ശബരിമല കർമ്മസമിതി STR കുമാർ ചെയ്തിട്ടുണ്ട്. ശ്രീ STR കുമാർ, എ പത്മകുമാർ കൂടി സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്നു. ആകെ 8 പ്രതികൾ ഇതിനോടകം ജാമ്യം നേടിയിട്ടുണ്ട്. അതിൽ 5 പേരും സ്വാഭാവിക ജാമ്യം നേടുന്നു. ഇനിയും നമ്മൾ ഈ SITയെ പ്രത്യേക അന്വേഷണ സംഘത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ടോ? എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് SITയിലുള്ള വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. തുടക്കം മുതലേ നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് തുടക്കത്തിൽ സമാധാനപരമായിട്ടിരുന്നത് ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇടപെട്ടാണ് ഈ അന്വേഷണത്തിന് ഉത്തരവിടുന്നതും. സുയോമോട്ടോ കേസാണ് എടുത്തത്, നമുക്കറിയാം. അതുപോലെ തന്നെ ഈ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതും അതിനുള്ള ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നതും ഒക്കെ കോടതിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ കുറച്ച് പ്രതീക്ഷ വെച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്നിരുന്നാലും തന്നെ ഇതുവരെയുള്ള ചരിത്രം, നമ്മൾ കേരളത്തിൽ നടന്ന ഇത്തരം അന്വേഷണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴും അത് ഭരിക്കുന്ന സർക്കാർ അതിനകത്ത് കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യം വന്നാൽ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന രീതിയിൽ മുൻപും ധാരാളം സംഭവങ്ങൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തന്നെ മാറ്റിയ സംഭവങ്ങളുണ്ട്. അത് അന്വേഷണം വേണ്ട തരത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരത്തില് നിരന്തരമായ ഇടപെടലുകൾ കേരള സർക്കാർ കാലാകാലങ്ങളായിട്ട് അത് ഇടതായാലും വലുതായാലും നടത്തിക്കൊണ്ടിരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഈ സർക്കാരിന്റെ ആളുകളെ അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ഒക്കെ ബന്ധപ്പെട്ടുള്ള ഏത് വിഷയമായാലും ശരി, SITയുടെ അന്വേഷണത്തിൽ എപ്പോഴും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്. കാരണം കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് സേനയിൽ നിന്ന് തന്നെയാണല്ലോ ഇവരൊക്കെ തിരിച്ച് ഈ SITയുടെ അന്വേഷണം കഴിഞ്ഞിട്ട് ഇവർക്ക് തിരിച്ച് അതേ മാതൃ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടവരാണ്. ഇപ്പോഴും അവർക്കൊക്കെ അത്തരത്തിൽ ചുമതലകൾ മറ്റു പലതും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസ് മുന്നോട്ട് പോയ സമയത്ത് തന്നെ നമ്മൾ ഒക്ടോബറിൽ തന്നെ നമ്മൾ കർമ്മസമിതി തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, അദ്ദേഹമാണ് ഹോം സെക്രട്ടറിയുടെ ചുമതലയുള്ളത്, അദ്ദേഹത്തിന് കത്തയച്ചു. മാത്രമല്ല ഇതിന്റെ അന്വേഷണത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് മാത്രമല്ല, കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. അതിലും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഈ ശബരിമല വിഷയം കേരളത്തിൽ, പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയുടെ വിഷയം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. അതിന്റെ പ്രധാനപ്പെട്ട സ്വർണം പോയത് കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തിലാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടവരും ഈ സ്വർണ്ണം എടുത്തതും അതുപോലെ തന്നെ ഇതിന്റെ മറ്റു അറ്റകുറ്റപ്പണികൾ ചെയ്തതും കടത്തിക്കൊണ്ടുപോയതും വിറ്റതും എല്ലാം കേരളത്തിന് പുറത്തായതുകൊണ്ട് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സേനയ്ക്ക് അത് SIT ആയാലും ഏത് വിധേനയായാലും ശേഷമുണ്ട്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഹൈക്കോടതി തന്നെ നമുക്കറിയാം ആദ്യം പറഞ്ഞിരുന്നു ഇത് അന്താരാഷ്ട്ര ഗൂഢാലോചന ാണെന്നും ഒക്കെ പറഞ്ഞൊക്കെ നമുക്കറിയാം. അപ്പൊ അത്തരത്തിലൊരു അന്വേഷണം യാതൊരു കാരണവശാലും നടത്തിയാൽ കേരളത്തിന്റെ പരിമിതി പോരാ എന്ന് നമ്മൾ അതുകൊണ്ട് CBI അന്വേഷണം തന്നെ വേണം, അതിനുള്ള ഉത്തരവിടണമെന്നും പറഞ്ഞ് ചീഫ് സെക്രട്ടറിക്ക് എഴുതിയിരുന്നു. പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു കാരണവശാലും അവർ അനുവാദം തരില്ല. പക്ഷെ പിന്നീട് നമുക്കറിയാം കോടതിയിലൊക്കെ ഈ പരാമർശം വന്നപ്പോഴൊക്കെ കോടതി ഒരിക്കലും ഈ അന്വേഷണം മറ്റേ ഏജൻസി ഏൽപ്പിക്കാനായിട്ട് താല്പര്യം കാണിച്ചില്ല. കാരണം അവര് ഏൽപ്പിച്ച ഒരു സംവിധാനമായതുകൊണ്ടായിരിക്കാം. ഇന്നിപ്പോ നമുക്കെല്ലാം അറിയാം, ഇത് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല. എനിക്കൊന്ന് പൊതുസമൂഹം തന്നെ തിരിച്ചറിയുന്നുണ്ട് SITയുടെ അന്വേഷണം വഴിതിരിക്കപ്പെട്ടു. കേരള സർക്കാരിന്റെ മന്ത്രിയായാലും ശരി, അതല്ലെങ്കിൽ അവരുടെ പാർട്ടിയൊക്കെ രക്ഷപ്പെടുത്താനായിട്ടും അതിലുൾപ്പെട്ട ദേവസ്വം പ്രസിഡന്റ്, മെമ്പർ, അവരെല്ലാം രക്ഷപ്പെടുത്താനായിട്ട് കേസന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നു. ചാർജ് ഷീറ്റ് സമർപ്പിക്കാതെ ഇവർക്കൊക്കെ സ്വാഭാവിക ജാമ്യം വാങ്ങിച്ചു കൊടുക്കുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ സംവിധാനം തന്നെ 13 ജാമ്യത്തിന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊരു തുടർക്കഥ പോലെ ഇനി പോവാണ്. ഇനി ഒരു 1-2 പേരും കൂടെ ഉള്ളത് ഇലക്ഷൻ വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ ആസൂത്രിതമായ നീക്കമാണ് SIT. അത് തീർച്ചയായിട്ടും പോലീസ് സേനയുടെ കഴിവുകേടല്ല, ഇത് കേരളത്തിലെ ഭരണത്തിന്റെ കൈകടത്തലാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട കോടതി, നമുക്കിനി ആശ്രയം അത് മാത്രമേ ഉള്ളൂ. കോടതി അവരുടെ ഇപ്പോഴത്തെ ഒരു നയം മാറ്റി കേസന്വേഷണത്തിന്റെ മെല്ലെപ്പോക്ക്, അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ ഗൗരവം കേരളത്തിന് പുറത്തുണ്ട്. എല്ലാ സംഘടനകളും ആവശ്യപ്പെടുന്നതും കോടതിയിലുള്ള പല ഹർജികളുടെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വിഷയം അന്വേഷിപ്പിക്കണം എന്ന് കോടതി തന്നെ ഉത്തരവിടുകയാണ് ഇതിന് അഭികാമ്യം. അതല്ലെങ്കിൽ അതിന്റെ കോടതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ കോടതിന് വേണ്ട തരത്തിൽ പ്രവർത്തിക്കുന്ന കഴിവുകേടും സർക്കാരിന്റെ കൈകടത്തലും മൂലം അവസാനം അത് കോടതിയിലേക്കാണ് തിരിയുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത് എന്താ, നമുക്കെന്താ അന്വേഷണം നടത്തുന്നത് കോടതിയുടെ നേതൃത്വത്തിലാണ്, ഞങ്ങൾക്ക് അതുകൊണ്ട്
ഈ പഴി മൊത്തം കോടതിയുടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയാണ്. അതാണ് ഇതിനകത്ത് വലിയൊരു അപകടം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ുള്ളത് ഇനിയെങ്കിലും ദയവ് ചെയ്ത് നമ്മുടെയൊക്കെ ഹർജി പരിഗണിച്ചുകൊണ്ട് CBIക്ക് വിടണം. അല്ലെങ്കിൽ ഹർജി പരിഗണിച്ചോ പരിഗണിച്ചില്ലയോ, പക്ഷേ കേസിന്റെ ഗൗരവം ഈ മെല്ലെപ്പോക്കും സർക്കാരിന്റെ വ്യക്തമായ കൈകടത്തലും ഒക്കെ മനസ്സിലാക്കി സ്വാഭാവിക ജാമ്യം കിട്ടിയ ഓരോരുത്തർ പുറത്തു വരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇപ്പൊ കോടതി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ പോയി കഴിഞ്ഞാൽ അത് വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ കോടതിയുടെ തന്നെ ഈ ജാമ്യാപേക്ഷയ്ക്ക് പോയ സിംഗിൾ ബെഞ്ച് കോടതിയുടെ തന്നെ ഉത്തരവാദിത്തത്തിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നീക്കം തന്നെ നടത്തണം. പക്ഷെ ഇതിനൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ SITയുടെ അന്വേഷണം തന്നെ നമുക്കറിയാം ഇൻ ക്യാമറ കോടതിയിൽ, അടച്ചിട്ട കോടതിയിൽ മുറി നടക്കുന്ന കാരണം പലപ്പോഴും പല വിഷയങ്ങളും വളരെ കുറച്ച് കാര്യങ്ങളെ പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പൊ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർക്ക് എന്താണെന്നോ അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അന്വേഷണം വേണ്ട തരത്തിലാണോ പോകുന്നത്, ഇനി ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ, യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊന്നും ഇതുവരെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നടത്തി തുടക്കത്തിൽ വളരെ ഗൗരവമായ അന്വേഷണം നടത്തി കുറച്ചുപേരെ പുറത്ത് അറസ്റ്റ് ചെയ്തു. യാതൊരു രീതിയിലും ഇതുമായിട്ട് ബന്ധമില്ലാത്ത വഴിതിരിപ്പിച്ച് വിടാൻ ശ്രമിച്ചു. പക്ഷെ അത് കോടതി, ബഹുമാനപ്പെട്ട കൊല്ലം കോടതി തന്നെ കണ്ടുപിടിച്ച, വിജിലൻസ് കോടതി കണ്ടുപിടിപ്പെട്ടു. അപ്പൊ അത്തരത്തില് വളരെ വ്യക്തമായ കാര്യങ്ങളാണ് പോകുന്നത്. പക്ഷേ ഈ സ്വർണം ഇവിടെ പോയി, അത് ആരാണ് ഇതിന്റെ അതല്ലെങ്കിൽ അത് ഇന്ത്യക്ക് പുറത്തു പോയി, ഈ കാര്യത്തില് അതിന്റെ ക്രിമിനൽ ട്രയലിനെ കുറിച്ച് ഒരു അന്വേഷണമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ വളരെ മോശമായ രീതിയിൽ അന്വേഷണം പോകുന്നത്, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കപ്പെടുന്നു. സമിതി ഉടൻ തന്നെ ഈ കേസിൽ ഇന്റർഫിയർ ചെയ്തുകൊണ്ട്, കാരണം ഈ രഹസ്യമായിട്ടുള്ള സ്വഭാവം മാറ്റി ഈ ഉണ്ട് പൊതുസമൂഹത്തിന്റെ അവകാശമുണ്ട് ഇത്തരം വളരെ വലിയ വിഷയമായിട്ടുള്ള സ്വർണ്ണക്കൊള്ള നടന്നിട്ട് ആ വിഷയങ്ങൾ മറച്ചു വെക്കപ്പെടുന്നത് കോടതിയിൽ അത് ഓപ്പൺ കോടതിയിൽ കേൾക്കണം എന്നുള്ള രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ ശബരിമല കർമ്മസമ്മേളനം ഹൈക്കോടതി കൊടുക്കും. തീർച്ചയായിട്ടും അത്തരത്തില് കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടത് ഒരാവശ്യമുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇത് രണ്ടുമാണ് നമുക്ക് പറയാനുള്ളത്. പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭക്തജനങ്ങളോടാണ്, കേരളീയ സമൂഹത്തോടാണ്. കാരണം ഈ സർക്കാർ അടിക്കടി ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷണം, അത് മറച്ചുവെക്കാനുള്ള ശ്രമം, അത് കഴിഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം പോലെ തട്ടിപ്പ് നടത്തി അതിന് ശരിക്കും പറഞ്ഞാൽ സനാതന വിശ്വാസികളെ തകർക്കുന്ന ആശയവുമായിട്ടുള്ള തമിഴ്നാട്ടിലെ DMK പ്രധാന നേതൃത്വത്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം കോടതി ഇടപെട്ടിട്ട് അത് എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞാൽ അതെല്ലാം തെറ്റിച്ചു. അതിന്റെ കൊടുത്ത കണക്കുകൾ തെറ്റിച്ചു, അതിലും മോഷണം നടത്തി. അതായത് ഈ സർക്കാരിന്റെ എല്ലാ തരത്തിലുള്ള വിശ്വാസ്യത, അത് ശബരിമലയുടെ മാത്രമല്ല, നിരന്തരമായിട്ട് ഈ പാവപ്പെട്ടവരെ തട്ടിപ്പ് നടത്തുകയാണ്, അവരെ കബളിപ്പിച്ചുകൊണ്ട് നടത്തുകയാണെന്നുള്ള വളരെ വ്യക്തമായി. അതുകൊണ്ട് അവരിനി ഏത് തരത്തിൽ SIT ഉപയോഗിച്ചോ ഇനി ആരും ഉപയോഗിച്ചാലും ശരി, ഇത് കേസ് മാറ്റിമറിക്കാൻ ഇത് പുറത്തു വരും എന്നുള്ള യാതൊരു സംശയമില്ല. 100% ഈ കുറ്റകൃത്യം ചെയ്തവരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരും എല്ലാം പുറത്തു കൊണ്ടുവരും. ആ സമരം ആ ശക്തമായ രീതിയിൽ ഏതറ്റം വരെയും നമ്മളെല്ലാം പോകുന്നുള്ള യാതൊരു സംശയമില്ല. കൂടാതെ ഞാൻ പറയുന്നത്, ഇലക്ഷനെ കണ്ടുകൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നതെങ്കിൽ യാതൊരു പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു, വോട്ടേഴ്സ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ ഭരണത്തിന്റെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ പോവാണ്. ലോകത്തിൽ നിന്ന് തന്നെ ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ഗവൺമെന്റ് ഇവിടെ അവസാനിക്കുന്ന, ഇവിടെ മാത്രം അത് ഇതോടെ അവസാനിക്കും എന്നുള്ളൊരു യാതൊരു സംശയം വേണ്ട. അത്തരത്തിൽ നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. അതായത് നമ്മളെയൊക്കെ 2018 എന്തൊക്കെ ചെയ്തെന്ന്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇപ്പം വാക്ക് മാറ്റി പറയാണ്, മലക്കം പറയുകയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് നീക്കം ഉണ്ടായിട്ടില്ല. 14-ാം തീയതിക്ക് മുമ്പ് അതിനുള്ള സബ്മിഷൻ നടത്തണം. ഇതൊക്കെ പോട്ടെ, ഈ 2018 നടന്ന ഈ നയം കാരണമാണ് നമ്മൾക്ക് അത് ഈ പറഞ്ഞ പ്രക്ഷോഭം നടത്താനും കേസ് നടത്താനും എത്രത്തോളം ഒരു 100 കോടിയിൽ പിന്നെ കേസിനും അതുപോലെ തന്നെ അന്നുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും എല്ലാമായിട്ട് വലിയ ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മുടെ ഹൈന്ദവ സമാജത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒറ്റ കാരണം എന്താ, ഇവരിത് ചെയ്തതാണ്. അതുകൊണ്ട് ഇത് തിരുത്തുമ്പം ഇതിനെല്ലാം ഒരു മറുപടി പറയണം, സമൂഹത്തോട് മാപ്പ് പറയണം, മാത്രമല്ല കേസുകൾ പിൻവലിക്കണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തി ചെയ്ത് വീണ്ടും വീണ്ടും കബളിപ്പിക്കുന്ന രീതിയിലേക്ക് ഇനി പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഭക്തജനങ്ങളുടെ കയ്യിൽ ഞാൻ പറയുന്നത്, ഇതിനൊക്കെ തിരിച്ചടി കൊടുക്കാനുള്ള സമയമാണ് വരുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നിലപാടെടുക്കണം എല്ലാ ഭക്തജനങ്ങളും. ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്, കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ത് അഴിമതി ചെയ്യുന്നു നമ്മൾ കണ്ടു, സ്വർണ്ണക്കൊള്ള നടത്തുന്നത് കണ്ടു, അതിന് ഒത്താശ ചെയ്യുന്ന സർക്കാരും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നമ്മൾ ഇനി യാതൊരു കാരണവശാലും പണം മുടക്കരുത്, പണം കൊടുക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വീണ്ടും വീണ്ടും വിശ്വസിച്ച് നമ്മൾ പണം കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? അവർക്ക് കൂടുതൽ മോഷണം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്തരിക്കണം. നമ്മളിപ്പോ വേണ്ട തരത്തിൽ സർക്കാരോ SITയോ അല്ലെങ്കിൽ വലിയൊരു അന്വേഷണത്തിലോ കോടതിയോ തയ്യാറാവുന്നതിലും
ഇതിന് തിരിച്ചടി കൊടുക്കാൻ ഇന്ന് ഓരോ ഭക്തനും കേരളത്തിൽ തീർച്ചയായും അതിന് തെരഞ്ഞെടുപ്പാണ് തിരിച്ചടി വരുന്നത്. അവർ എന്താണോ ചെയ്തു വച്ചിരിക്കുന്നത് അതിന് തിരിച്ചടി നൽകാനുള്ള ഒരു സമയമാണ് ആഗതമാകുന്നത്. തെരഞ്ഞെടുപ്പാണ് വരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അന്വേഷണ സംഘത്തിന് പോകാം എന്നുള്ളതാണ് എന്ന് തോന്നുന്നു. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും STR കുമാറാണ് പ്രതികരിച്ചത്. വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിനൊപ്പം